Namaste learners. Today we are going to study the 6th unit of the course BSOE 143, that is Environmental Sociology. The topic of the 6th unit is ecological modernization. Adityanatha discussed the notion of ecological modernization. After that, what are the perspectives on ecological modernization? Then how ecological modernization operate under globalization. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ കൂടി പോകുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കുക. എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഓൾസോ നോൺ ആസ് എക്കോ റീസ്ട്രക്ചറിങ് emerged in the West in the mid-1950 due to increased ecological ക്രൈസിസ്. അപ്പോൾ 1950 ഈ എക്കോളജിക്കൽ മോഡറൈസേഷൻ, അതിനെ വേറൊരു പേരാൽ അറിയപ്പെടുന്നുണ്ട്, എക്കോ റീസ്ട്രക്ചറിങ്, അത് ഉദയം ചെയ്തത്. അതിന് പ്രത്യേക കാരണമുണ്ട്. ആ സമയത്ത് ഉണ്ടായില്ല എക്കോളജിക്കൽ ക്രൈസിസ്, എക്കോളജിക്കൽ പ്രതിസന്ധികളാണ് ഇതിൻ്റെ ഉത്ഭവത്തിന് സഹായകരമായത്. ദിസ് ക്രൈസിസ് ഡെവലപ്ഡ് സൈഡ് ബൈ സൈഡ് വിത്ത് ദ ഗ്രോത്ത് ഇൻ ദ എക്കണോമി. സോ ecological modernization is a response to radical environmental movement that has developed in Europe. യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്ത റാഡിക്കൽ എൻവയറമെന്റ് മൂവ്മെന്റിനോട് കൂടിയാണ് ഈ ടോപ്പിക് ഉദയം ചെയ്തത്. ഇറ്റ് ഈസ് ഓൾസോ സീൻ ആസ് ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ ഈ പോർഷന് ഓൾസോ സീൻ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ, സുസ്ഥിര വികാസത്തിന്റെ ഒരു പരിഷ്കൃത ഭാഗമായിട്ട് കൂടി നാം ഇതിനെ കണക്കാക്കാറുണ്ട്. പ്രൊപ്പോണൻസ് ഓഫ് എക്കോളജിക്കൽ മോഡർണൈസേഷൻ തിയറി believed that environmental reform could take place only through further industrialization. Proponents of ecological modernization theory. അപ്പോൾ എക്കോളജിക്കൽ മോഡർണൈസേഷൻ തിയറീനെ സമർത്ഥിക്കുന്ന ആ വ്യക്തികളുടെ അഭിപ്രായത്തിൽ ദാറ്റ് എൻവയറമെന്റൽ റിഫോം കുഡ് ടേക്ക് പ്ലേസ് ഓൺലി ത്രൂ ഫർദർ ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴാണ് എൻവയറമെന്റൽ റിഫോർമേഷനും നടക്കുക എന്നുള്ള അഭിപ്രായക്കാരാണ് ഈ എക്കോളജിക്കൽ മോഡർണൈസേഷൻ തിയറിയിൽ വിശ്വസിക്കുന്നത്. ദേ ബിലീവ്ഡ് ദാറ്റ് എക്കോളജിക്കൽ മോഡർണൈസേഷൻ വുഡ് ലീഡ് ടു എഫിഷ്യന്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് ലെസ് എമിഷൻ ഓഫ് പോപ്പുലേഷൻ. ദേ ബിലീവ്ഡ്, അപ്പം ഈ കൂട്ടർ വിശ്വസിക്കുന്നത് ദാറ്റ് എക്കോളജിക്കൽ മോഡർണൈസേഷൻ അതായത് പരിസ്ഥിതിയുടെ നവീകരണം അല്ലെങ്കിൽ ആധുനികവൽക്കരണം ലീഡ് ടു എഫിഷ്യന്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അത് നയിക്കുന്നത് എഫിഷ്യന്റ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസിന്, പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്. ആൻഡ് ലെസ് എമിഷൻ ഓഫ് പൊല്യൂഷൻ, അതുപോലെ തന്നെ പൊല്യൂഷൻ ഏറ്റവും കുറവാക്കുക, നാച്ചുറൽ റിസോഴ്സിനെ ഏറ്റവും ശക്തിയുക്തമായിട്ട് നന്നായിട്ട് ഉപയോഗിക്കുക. ആ സമയത്താണ് ഈ എക്കോളജിക്കൽ മോഡർണൈസേഷൻ ഡെവലപ്പ് ചെയ്യണത്. ബിഫോർ go further under section 6.2, we will first define ecological modernization and its underlying assumptions. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ഇതിനെക്കുറിച്ചുള്ള അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എക്കോളജിക്കൽ മോഡർണൈസേഷൻ? ഇറ്റ് വാസ് ജോസഫ് ഹബർ ആൻഡ് ആർത്തർ മോൾ ഹു പ്രൊപ്പൗണ്ടഡ് എക്കോളജിക്കൽ മോഡർണൈസേഷൻ തിയറി. അപ്പോൾ ഈ എക്കോളജിക്കൽ മോഡർണൈസേഷൻ തിയറി ആദ്യമായിട്ട് മുന്നിലേക്ക് വെച്ച രണ്ട് സോഷ്യോളജിസ്റ്റുകളാണ് ജോസഫ് ഹബർ അതുപോലെ ആർതർ മോൾ. While Harber was its earliest advocate, Moll was the one who popularized the theory with his emphasis on market-driven environmental reform. അപ്പോൾ ഹാർബർ ആണ് ഇത് ആദ്യമായിട്ട് അഡ്വക്കേറ്റ് ചെയ്തത് ഈ തിയറിയെ. പക്ഷേ മോളാണ് ഇത് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാനായിട്ട്, ഇതിന് കൂടുതൽ പ്രശസ്തി കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തത് മോളാണ്. ലേറ്റർ ഓൺ ആർതർ മോൾ ആൻഡ് ഗെറ്റ്സ് സ്പാഗ്രീൻ മെയ്ഡ് എ റിവിഷൻ ഓഫ് ദ എക്കോളജിക്കൽ മോഡർണൈസേഷൻ തിയറി. പിന്നീട് ആർതർ മോളും ഗെറ്റ്സ് സ്പാഗ്രീനും ഇതിൽ കുറെ റിവിഷൻസ് നടത്തി ഈ എക്കോളജിക്കൽ മോഡർണൈസേഷൻ തിയറിയിൽ, വിച്ച് വാസ് സീൻ ആസ് മോർ ബാലൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്കോളജിക്കൽ
modernization. This revision helps them to avoid the trap of essentializing capital as necessary for ecological modernization or seeing capitalism as obstructing environmental reform. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് അപ്പം നമ്മൾ കണ്ട് ആർതർ മോളും അതുപോലെ ഹർബർ, ഇങ്ങനെ രണ്ട് വ്യക്തികളാണ് ഇതിന് ഏറ്റവും നല്ല ഡെഫിനിഷൻസ് നൽകിയിട്ടുള്ളത്. അപ്പൊ എക്കോളജിക്കൽ മോഡേണൈസേഷൻ അക്കോർഡിംഗ് ടു ആർതർ മോളിന്റെ അഭിപ്രായത്തിൽ എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഡിഫൈൻഡ്, അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആസ് ദ ഗ്രോയിങ് ഇൻഡിപെൻഡൻസ് ഓർ ഓട്ടോണമി ഓഫ് എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സ്. എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്സിന്റെ ഗ്രോയിങ് ഇൻഡിപെൻഡൻസ് ഓർ ഓട്ടോണമി ആൻഡ് ദ എമർജൻസ് ഓഫ് എക്കോളജിക്കൽ റാഷണാലിറ്റി. റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ യുക്തിബോധം. എക്കോളജിക്കൽ റാഷണാലിറ്റി ആസ് ദ ബേസിസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ. അപ്പൊ പ്രൊഡക്ഷനും കൺസപ്ഷനും എക്കോളജിക്കൽ റാഷണാലിറ്റി യൂസ് ചെയ്തിട്ട് ഒരു നല്ല എക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കുക, ഇൻഡിപെൻഡൻസ് ഓർ ഓട്ടോണമി ഓഫ് എക്കോളജിക്കൽ പെർസ്പെക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആർതർ മോൾ നൽകിയിട്ടുള്ള ഡെഫിനിഷൻ. ഇൻ അതർ വേർഡ്സ് ഇറ്റ് മീൻസ് ദ ഗ്രോയിങ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് എക്കോളജിക്കൽ റാഷണാലിറ്റി ഇൻ ദ ഡൊമൈൻ ഓഫ് എക്കണോമിക്. അപ്പൊ ഇൻ അതർ വേർഡ്സ്, മറ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദ ഗ്രോയിങ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ. ഈ പറഞ്ഞ എക്കോളജിക്കൽ or modernization എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ ഗ്രോയിങ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് എക്കോളജിക്കൽ റാഷണാലിറ്റി ഇൻ ദ ഡൊമൈൻ ഓഫ് എക്കണോമിക്. എക്കണോമിക്കിന്റെ മണ്ഡലത്തിൽ എക്കോളജിക്കൽ റാഷണാലിറ്റി കൂടുതൽ ശക്തിപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇത് മീൻ ചെയ്യണത്. According to F.H. Buttel, ecological modernization assumes that institutions are malleable and industrial capitalism has the technological capabilities to bring about co-efficiency or improved sustainable development. അപ്പോൾ അക്കോർഡിംഗ് ടു F.H. Buttel, വേറൊരു സ്കോളറാണ് F.H. Buttel, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇതൊരു അസംഷൻ ആണ്. എക്കോളജിക്കൽ മോഡേണൈസേഷൻ അസ്യൂം ചെയ്യുന്നത് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ മാല്യബിൾ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ, സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മാല്യബിൾ ആണ്, എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ചേർക്കുന്ന ഒരിടമാണ്. അപ്പോൾ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ മാല്യബിൾ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ഹാസ് ദ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിന് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് ഉണ്ട് ടു ബ്രിങ് അബൌട്ട് കോ എഫിഷ്യൻസീസ്. അത് കൂടുതൽ കോ എഫിഷ്യൻസീസ് ആക്കാനും ഇംപ്രൂവ് ചെയ്യാനും അതുവഴി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കഴിവ് ഈ എക്കോളജിക്കൽ മോഡേണൈസേഷന് ഉണ്ടെന്നാണ് അക്കോർഡിംഗ് ടു എഫ്.എച്ച്. ബട്ടലിന്റെ അഭിപ്രായം. ദിസ് വുഡ് ടേക്ക് പ്ലേസ് ത്രൂ എക്കോളജിക്കൽ സ്വിച്ച് ഓവർ in the industrialization process which would maintain the sustenance base of production and consumption. അപ്പൊ ഈ രണ്ട് തിയറി, ഒരു ഡെഫിനേഷനും അതുപോലെ അടുത്ത ആ അസംഷൻ, ഇത് രണ്ടും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഡെഫിനേഷൻ എഴുതാൻ നേരത്ത്. ഇനി ജോസഫ് ഹബർ ഓൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ. ഇനി ജോസഫ് ഹബറിന്റെ അഭിപ്രായത്തിൽ എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്താണെന്ന്. ജോസഫ് ഹബേഴ്സ് വാസ് ദ വൺ ഹൂ മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ ബിലോങ്സ് ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി theory as he explained the historical phase of industrial society and the logic of industrialism. അപ്പൊ ജോസഫ് ഹബർ എന്ന് പറഞ്ഞാൽ he was one who makes it clear that ecological modernization belonging to industrial society theory. Industrial society theoryയിൽ ഉൾപ്പെടുന്നതാണ് ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് he explains the historical phase of industrial society. ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ചരിത്രപരമായിട്ടുള്ള ഭാഗമാണ് അദ്ദേഹം വിവരിക്കണം. ആൻഡ് ദ ലോജിക് ഓഫ് ഇൻഡസ്ട്രിയലിസം, അതുപോലെ ഇൻഡസ്ട്രിയലിസത്തിന്റെ
ആ ലോജിക്ക് എന്താണ്, തത്വം എന്താണെന്നും കൂടി അദ്ദേഹം ഇതിൽ കൂടി പറയുന്നുണ്ട്. ദ 3 phases ഓഫ് ഇന്റർസ്റ്റീരിയൽ സൊസൈറ്റി അക്കോർഡിംഗ് ടു ഹബർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ 3 phases ഓഫ് ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി. ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റിയുടെ 3 phases ഹബറിന്റെ അഭിപ്രായത്തിൽ ആർ ദ ഇൻഡസ്ട്രീരിയൽ ബ്രേക്ക് ത്രൂ. ഫസ്റ്റ് വൺ ഇൻഡസ്ട്രീരിയൽ ബ്രേക്ക് ത്രൂ, കൺസ്ട്രക്ഷൻ ഓഫ് ദ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി ആൻഡ് എക്കോളജിക്കൽ സ്വിച്ച് ഓവർ. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഏതൊക്കെയാണ് ആ 3 ഫേസസ് എന്ന് പറയുന്നത്? ഇൻഡസ്ട്രീരിയൽ ബ്രേക്ക് ത്രൂ, പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി, അത് കഴിഞ്ഞാൽ എക്കോളജിക്കൽ സ്വിച്ച് ഓവർ. These 3 phases according to Spergen and Moll correspond to ഇൻവെൻഷൻ. അപ്പൊ ഈ 3 ഫേസസിനും വേറെ ഷോർട്ടായിട്ട് ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞത്? ഇൻഡസ്ട്രീരിയൽ ബ്രേക്ക് ത്രൂ, അതിന് പറഞ്ഞിരിക്കുന്നത് ഇൻവെൻഷനെയാണ് അത് കുറിക്കുന്നത്. അതുപോലെ സെക്കൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനാഗുറേഷനാണ് കാണിക്കുന്നത്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്കോളജിക്കൽ സ്വിച്ച് ഓവർ. ആ എക്കോളജിക്കൽ സ്വിച്ച് ഓവർ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്. ഈ 3 കാര്യങ്ങളാണ്: ഇൻവെൻഷൻ, ഇനാഗുറേഷൻ ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ്. To understand modern society, Haber differentiates 3 analytical categories. ഇനി മോഡേൺ സൊസൈറ്റീനെ മനസ്സിലാക്കാൻ വേണ്ടി ഹബ്ബർ 3 കാറ്റഗറി ആയിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് വൺ ഇൻഡസ്ട്രീരിയൽ സിസ്റ്റം. ആ ഇൻഡസ്ട്രീരിയൽ സിസ്റ്റത്തിനെ പറയുന്നതാണ് ടെക്നോസ്ഫിയർ. അതുപോലെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ലൈഫ് വേൾഡ്, അത് സോഷ്യോസ്ഫിയർ. ആൻഡ് ദ തേർഡ് നേച്ചർ, അതേ പറയുന്നതാണ് ബയോസ്ഫിയർ. അപ്പൊ ഇങ്ങനെ 3ആയിട്ടാണ് ഇവിടെ ഹബ്ബർ മോഡേൺ സൊസൈറ്റീനെ ഡിവൈഡ് ചെയ്തേക്കണ. ഇൻഡസ്ട്രീരിയൽ സിസ്റ്റം, ദാറ്റ് ഈസ് ടെക്നോസ്ഫിയർ, ലൈഫ് വേൾഡ്, ദാറ്റ് ഈസ് സോഷ്യോസ്ഫിയർ, ആൻഡ് നേച്ചർ, ദാറ്റ് ഈസ് ബയോസ്ഫിയർ. ദ പ്രോബ്ലം വിത്ത് modern society according to Haber is that the sociosphere and the biosphere are colonized by the technosphere. അപ്പോൾ ഈ പ്രോബ്ലം എപ്പോഴും മോഡേൺ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത് ഹബറിന്റെ അഭിപ്രായത്തിൽ is that the sociosphere and biosphere are colonized by the technosphere. അപ്പോൾ ഈ സോഷ്യോസ്ഫിയറും ബയോസ്ഫിയറും ടെക്നോസ്ഫിയറിനാൽ ആക്രമിക്കപ്പെടുമ്പോഴാണ് ഇവിടെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യണത്. അക്കോർഡിംഗ് ടു ഹിം ദിസ് ഫോൾട്ട് ഇൻ ദ സ്ട്രക്ചറൽ ഡിസൈൻ. അപ്പൊ ഇങ്ങനെ വരുമ്പോ സ്ട്രക്ചറൽ ടെക്നോളജിക്കൽ മോഡേണൈസേഷൻ ഉപയോഗിച്ച് ഓവർകം ചെയ്യുക, പ്രോബ്ലംസിനെ ഓവർകം ചെയ്യുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക വേണം. ഫോർ ഹബർ, അൺലൈക്ക് അതർ സ്കോളേഴ്സ്, ദ പോയിന്റ് ഓഫ് ഡിപ്പാർച്ചർ ഇൻ എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഇൻഡസ്ട്രിയലിസം റാദർ ദാൻ ക്യാപിറ്റലിസം. ആർതർ മോളോൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ. ഇനി ആർതർ മോളിന്റെ അഭിപ്രായം എക്കോളജിക്കൽ മോഡേണൈസേഷനെ കുറിച്ച്. വൈൽ ജോസഫ് ഹബർ സി എക്കോളജിക്കൽ മോഡേണൈസേഷൻ taking place in the context of industrialism and as part of the historical phase of industrial society. അപ്പോൾ ജോസഫ് ഹബറിന്റെ അഭിപ്രായത്തിൽ എക്കോളജിക്കൽ മോഡേണൈസേഷൻ സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണം ഇൻഡസ്ട്രിയലിസം ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ ഫേസ് ഓഫ് ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റി. അപ്പൊ ഇൻഡസ്ട്രീരിയൽ സൊസൈറ്റിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഫേസ് പോലെയാണ് ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ സംഭവിക്കുന്നതെന്നാണ് ജോസഫ് ഹബർ പറഞ്ഞിരിക്കുന്നത്. ആർതർ മോൾ സി എക്കോളജിക്കൽ മോഡേണൈസേഷൻ ആസ് മാർക്കറ്റ് ഇൻഡ്യൂസ്ഡ് എൻവയോൺമെന്റൽ റിഫോം. ആർതർ മോളിന്റെ അഭിപ്രായത്തിൽ എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ആസ് മാർക്കറ്റ് ഇൻഡ്യൂസ്ഡ് എൻവയോൺമെന്റൽ റിഫോം. അതൊരു മാർക്കറ്റ് ഇൻഡ്യൂസ്ഡ് എൻവയോൺമെന്റൽ റിഫോം ആണ്, എസ്പെഷ്യലി ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ്. ഇത് കൂടുതലായിട്ടും കാണുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്. Moll argues that ecological modernization is the outcome of the interplay between economic market and actors. അപ്പോൾ മോള് വാദിക്കുന്നത് എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ഔട്ട്കം ആണെന്നാണ്. ഇറ്റ് ഈസ് ദ ഔട്ട്കം ഓഫ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ, ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു ഇന്റർപ്ലേയുടെ റിസൾട്ട് ആയിട്ടാണ് ഈ
എൻവയറമെന്റൽ മോഡേണൈസേഷൻ സംഭവിക്കുന്നത്. ആ രണ്ട് കൂട്ടരെന്ന് പറഞ്ഞാൽ ഒന്ന് എക്കണോമിക് മാർക്കറ്റ് ആൻഡ് ആക്ടേഴ്സ് ഓൺ ദ വൺ ഹാൻഡ് ആൻഡ് ദ സിറ്റിസൺ കൺസ്യൂമർ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ദ അതർ. അപ്പോൾ ഒരു വശത്ത് എക്കണോമിക് മാർക്കറ്റും അതിലുള്ള ആക്ടേഴ്സും മറുഭാഗത്ത് സിറ്റിസൺ കൺസ്യൂമറും ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പൊ ഇവര് ചേർന്നുള്ള ആ ഒരു പ്രതിക്രിയയിൽ നിന്നാണ്, പ്രവൃത്തിയിൽ നിന്നാണ് ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ സംഭവിക്കുന്നത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ആർതർ മോൾ. ഇൻ അതർ വേർഡ്സ്, എക്കോളജിക്കൽ മോഡേണൈസേഷൻ is the institutionalization of environmental itself and concern in the economic domain. അപ്പൊ ഇനി വേറെ വാക്കി പറയണമെങ്കിൽ എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്, പരിസ്ഥിതി നവീകരണം അതല്ലെങ്കിൽ ആധുനികവൽക്കരണം എന്ന് പറയുന്നത് is the institutionalization of environmental interest. എൻവയറമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്ഥാപനവൽക്കരണം, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആണെന്ന്. ആൻഡ് കൺസേൺ ഇൻ ദ എക്കണോമിക് ഡൊമൈൻ, എക്കണോമിക് ഡൊമൈനിൽ ആ എക്കണോമിക് മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് എൻവയറമെന്റൽ ഇൻട്രസ്റ്റ് ആണ് ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്ന് പറയുന്നത്. ഹിയർ മോൾ എംഫസൈസ് on economic domain for market-driven environmental reform seems to be in the sharp contrast to Haber's idea of industrialism, which seeks environmental solutions in the technological innovations. അപ്പൊ രണ്ടുപേരുടെ അഭിപ്രായം ഒന്നിന് വിപരീതമായിട്ടുള്ളതാണ്. ഇനി അടുത്തത് റിവിഷൻ ഇൻ എക്കോളജിക്കൽ മോഡേണൈസേഷൻ. In recent years, Moll and Speicher have offered a revision of ecological modernization theory. അപ്പോൾ റീസെന്റ് ഇയേഴ്സിൽ മോളും സൈഫർ ഗാർഡനും ചേർന്നിട്ട് ഒരു റിവിഷൻ ഓഫ് എക്കോളജിക്കൽ മോഡർണൈസേഷൻ തിയറി നടത്തി. They see the initial debates on environmental sociology in the late 1970s and the early 1980s as an overreaction to the dominant schools of thought led by neo-Marxist and counter-productivity thinkers. Initially, Moll and Saffargren challenges the neo-Marxist and counter-productivity thinkers like Rodolphe Barreau and Barry Commoner for claiming that modernization project was dying and its ecological deterioration could be salvaged by recognizing the core institution of modern society like the economic market and industries. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് അങ്ങനെ വ്യക്തമാക്കുകയാണ്. അപ്പം ദ ഡച്ച് കെമിക്കൽ ഇൻഡസ്ട്രി ട്രാൻസ്ഫോർമേഷൻ ഫ്രം notorious polluters to environmentally friendly industry has been touted as a shining example of successful ecological modernization. അപ്പോൾ സക്സസ്ഫുൾ എക്കോളജിക്കൽ മോഡേണൈസേഷന് ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ ആണ് ദ ഡച്ച് കെമിക്കൽ ഇൻഡസ്ട്രി ട്രാൻസ്ഫോർമേഷൻ. ഇതിലൊക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പഠിച്ചിരിക്കുക. പിന്നെ അടുത്തത് EMT സ്കോളേഴ്സ് റെസ്പോണ്ട് ടു ട്രെഡ്മിൽ പ്രൊഡക്ഷൻ തിയറി. അതിവിടെ കോളത്തിൽ തന്നിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേക്കുക. നമ്മൾ ട്രെഡ്മിൽ തിയറി പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി അടുത്ത പെർസ്പെക്റ്റീവ്സ് ഓൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ. എക്കോളജിക്കൽ മോഡേണൈസേഷൻ്റെ പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദർ ആർ 4 വ്യൂസ് ഓൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ. എക്കോളജിക്കൽ മോഡേണൈസേഷന് 4 കാഴ്ചപ്പാടുകളാണുള്ളത്. ദ 4 വ്യൂസ് ഓൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ. ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കുക. ബട്ടൽ പോയിന്റ്സ് ഔട്ട് 4 വ്യൂസ് ഓൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ. ബട്ടൽ ആണ് പോയിന്റ്സ് ഔട്ട്. ബട്ടൽ എന്നുള്ള സ്കോളറാണ് ഈ 4 വ്യൂസ് ഓൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് വ്യൂ ഓൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഈസ് നോൺ ആസ് ഒബ്ജക്റ്റിവിസം. അപ്പൊ ഈ ഫസ്റ്റ് വ്യൂ, ആദ്യത്തെ കാഴ്ചപ്പാടിന്, ഈ എക്കോളജിക്കൽ മോഡേണൈസേഷന്റെ ആദ്യത്തെ കാഴ്ചപ്പാടിന് അറിയപ്പെടുന്നത് ഒബ്ജക്റ്റിവിസം എന്നാണ്. Arthur Moll and Gert Spagren from North America and Britain contributed the most. അപ്പോൾ ഈ കാര്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് ആർതർ മോളും അതുപോലെ ഗ്രേറ്റ് സ്പാർഗിനും ആണ്.
ഈ ഫസ്റ്റ് കാഴ്ചപ്പാട് ഒബ്ജക്റ്റിവിസം എന്നുള്ള കാഴ്ചപ്പാട് എക്കോളജിക്കൽ മോഡേണൈസേഷന് നൽകിയ പ്രശസ്തരായ സ്കോളേഴ്സ് ആർതർ മോളും അതുപോലെ ഗെയ്റ്റ് സ്പാങ്ക്ലിൻ ഫ്രം നോർത്ത് അമേരിക്ക ആൻഡ് ബ്രിട്ടൻ, ഈ രണ്ടു കൂട്ടരുമാണ്. ഇനി ദ അതേഴ്സ് ആർ ഫ്രം ജർമ്മനി ആൻഡ് നെതർലാൻഡ്സ് ലെഡ് ബൈ ജോസഫ് ഹബ്ബർ ആൻഡ് മാർട്ടിൻ ജാൻക്. വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫീൽഡിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് ജോസഫ് ഹബ്ബർ അതുപോലെ മാർട്ടിൻ ജനകി. ദ സെക്കൻഡ് വ്യൂ ഈസ് ദാറ്റ് ദ കൺസ്ട്രക്റ്റിവിസം. അപ്പൊ ഫസ്റ്റ് വ്യൂ ഒബ്ജക്റ്റിവിസം ആയിരുന്നു, സെക്കൻഡ് വ്യൂ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസം ആണ്. ദിസ് വ്യൂ ലുക്സ് അറ്റ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ ആസ് ദ ഡൊമിനന്റ് ഡിസ്കോഴ്സ് ഓഫ് എൻവയറമെന്റൽ പോളിസി ഇൻ അഡ്വാൻസ്ഡ് കൺട്രീസ്. അപ്പൊ ഈ വ്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുന്നത്, ദിസ് വ്യൂ ലുക്സ് അറ്റ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ ആസ് ദ ഡൊമിനന്റ് ഡിസ്കോഴ്സ് ഓഫ് എൻവയറമെന്റൽ പോളിസി ഇൻ അഡ്വാൻസ്ഡ് കൺട്രീസ്. വൺ ഓഫ് ഹിസ് പ്രൊപ്പോണൻസ്, ഇതിനെ സമർത്ഥിക്കുന്ന വ്യക്തികളും ഹാജർ ആണ്. ഹി ബിലീവ്സ് ദാറ്റ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ മേ ഡയലൂട്ട് ദ ഇമ്പൾസ് ഫോർ എൻവയറമെന്റൽ റിഫോം. ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഡയലൂട്ട് ചെയ്യുമെന്ന്. എന്തിനാണ് ഡയലൂട്ട് ദ ഇമ്പൾസ് ഫോർ എൻവയറമെന്റൽ റിഫോം? എൻവയറമെന്റൽ റിഫോമിന്റെ ആ ഇമ്പൾസിനെ ഡയലൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ കൺസ്ട്രക്റ്റിവിസം ഉൾപ്പെടുന്ന ആളുകൾ. ഫോർ ദിസ് റീസൺ ഹാജേഴ്സ് ഐഡിയ ഈസ് സീൻ ആസ് ഹോസ്റ്റൈൽ ടു എക്കോളജിക്കൽ മോഡേണൈസേഷൻ. അതുകൊണ്ട് തന്നെ ഹാജേഴ്സിന്റെ ഐഡിയ എക്കോളജിക്കൽ മോഡേണൈസേഷന് എതിരായിട്ടുള്ള ഒരു ആശയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അടുത്തത് തേർഡ് വ്യൂ ഈസ് ദാറ്റ് ഓഫ് ദ എൻവയറമെന്റൽ മാനേജ്മെന്റ്. തേർഡ് വ്യൂ എന്ന് പറയുന്നത് എൻവയറമെന്റൽ മാനേജ്മെന്റ് ആണ്, വിച്ച് ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ഇൻഡസ്ട്രിയൽ എക്കോളജി ആൻഡ് എക്കോസ് റീസ്ട്രക്ചറിങ് ഇൻ ദ പ്രൈവറ്റ് സ്ട്രക്ചർ. അപ്പോൾ ഇൻഡസ്ട്രിയൽ എക്കോളജിയും അതുപോലെ എക്കോ റീസ്ട്രക്ചറിങ് ഇൻ ദ പ്രൈവറ്റ് സെക്ടർ. അപ്പൊ ഇതൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് തേർഡ് വ്യൂ ദാറ്റ് ഓഫ് എൻവയറമെന്റൽ മാനേജ്മെന്റ്. അപ്പൊ തേർഡ് വ്യൂ എന്ന് പറയുന്നത് എൻവയറമെന്റൽ മാനേജ്മെന്റ്. അപ്പൊ ഫസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിവിസം, സെക്കൻഡ് വ്യൂ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റിവിസം, തേർഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻവയറമെന്റൽ മാനേജ്മെന്റ്. ഇനി വൺ എക്സാമ്പിൾ ഇസ് ദാറ്റ് of waste recycling which increase efficiency and minimize pollution and waste. A third category example ആണ്. One example is that of waste recycling which increases efficiency and minimizes pollution and waste. അപ്പോൾ വേസ്റ്റ് റീസൈക്ലിംഗ് പ്രോസസ്സിൽ കൂടി പൊല്യൂഷൻ മിനിമൈസ് ചെയ്യാൻ പറ്റും, വേസ്റ്റും ഇല്ലാതെയാക്കാൻ പറ്റും. അത് ഈ മാനേജ്മെന്റ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഇനി ദ ഫോർത്ത് വ്യൂ ഓൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ എൻവയറമെന്റൽ പോളിസി ഇന്നോവേഷൻ. അപ്പോൾ ഫോർത്ത് വ്യൂ എന്ന് പറയുന്ന എക്കോളജിക്കൽ മോഡേണൈസേഷന്റെ ഫോർത്ത് വ്യൂ ഈസ് അസോസിയേറ്റഡ് വിത്ത് എൻവയറമെന്റൽ പോളിസി ഇന്നോവേഷൻ. എൻവയറമെന്റൽ പോളിസി ഇന്നോവേഷൻസ് ആണ് ഫോർത്ത് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 4 വ്യൂസ് ആണ് ഉള്ളത്. ഈ ഫോർത്ത് വ്യൂവിന് സ്കോളേഴ്സ് ലൈക്ക് മർഫി സീ ദ ഇൻകോർപ്പറേഷൻ ഓഫ് എൻവയറമെന്റൽ പോളിസി ആസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ. അപ്പൊ ഈ 4 വ്യൂസ് ഓഫ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വൈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഈസ് പോപ്പുലർ? എന്തുകൊണ്ടാണ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ പോപ്പുലർ ആയിരുന്നത്? അക്കോർഡിംഗ് ടു ബട്ടർ, എക്കോളജിക്കൽ മോഡേണൈസേഷൻ പോപ്പുലാരിറ്റി has to do with its effective response to a variety of circumstances rather than theoretical clarity. First, ecological modernization was seen as a response to the radical environment movement in North Europe in the 1980s. 1980s നോർത്ത് യൂറോപ്യൻ കൺട്രീസിൽ നടന്ന എൻവയറമെന്റ് മൂവ്മെന്റ്സിന്റെ ഒരു റെസ്പോണ്ട് ആയിട്ടാണ് എക്കോളജിക്കൽ മോഡേണൈസേഷനെ കാണുന്നത്. ഇനി വിച്ച് സീ ഗ്ലോബലൈസേഷൻ leading to environmental degradation. Second, there was also a realization that sustainability and sustainable development has its own limitation. അപ്പോൾ സസ്റ്റൈനബിലിറ്റി അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ അതിൻ്റെതായ പരിമിതികളുണ്ട്. ആസ് ഇറ്റ് ലാക്സ് ഗൈഡൻസ് ആൻഡ് വിഷൻ ഫോർ ഫ്യൂച്ചർ എൻവയറമെന്റൽ പോളിസി. ഫ്യൂച്ചർ എൻവയറമെന്റൽ പോളിസിയിലേക്കുള്ള ഗൈഡൻസും വിഷനും ഒക്കെ അതിന് കുറവാണ്. ഇൻഫാക്ട് ദ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഈസ് മോർ ആപ്ലിക്കബിൾ ടു ഗ്ലോബൽ സൗത്ത്. ഇനി യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ പ്രായോഗികമായിട്ടുള്ളത് സൗത്ത് ഗ്ലോബലിലാണ്, വിച്ച് റിലൈ മോർ ഓൺ പ്രൈമറി റിന്യൂവൽ സെക്ടേഴ്സ് ഇൻ റൂറൽ ഏരിയാസ്. ഇൻ കോൺട്രാസ്റ്റ്, ദ ഗ്ലോബൽ നോർത്ത് റിലൈ more on secondary non-renewable sectors in metropolitan regions. അപ്പോൾ അതുകൂടാണ്ട് ഇതിനെതിരായിട്ട് ദ ഗ്ലോബൽ നോർത്ത് റിലൈ മോർ ഓൺ സെക്കൻഡറി നോൺ റിന്യൂവൽ അതായത് ട്രാൻസ്ഫോർമേറ്റീവ് ആ സെക്ടേഴ്സ് ഇൻ മെട്രോപൊളിറ്റൻ റീജിയൻ ആണ് സെക്കൻഡറി ആയിട്ട് നിൽക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇൻ ഡെവലപ്ഡ് കൺട്രീസ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ വാസ് സീൻ ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ഇൻ ഡെവലപ്ഡ് കൺട്രീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്കോളജിക്കൽ മോഡേണൈസേഷൻ വാസ് സീൻ ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റിക്ക് ഒരു പകരം ഉപയോഗിക്കാവുന്ന ഒന്നാണ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ. എവിടെയാണ്? ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. Third, ecological modernization was also seen as a response to biases and despair in the North American environmental sociology. അപ്പോൾ നോർത്ത് അമേരിക്കൻ എൻവയോൺമെന്റൽ സോഷ്യോളജിയിലുള്ള ബയസ് ആൻഡ് ഡെസ്പെയർ അതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ടാണ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ. In such situations, ecological modernization was able to give a new perspective and hope for environmental improvement. അപ്പോൾ എൻവയോൺമെന്റിന് നാശം സംഭവിക്കുന്നു, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ വാസ് ഏബിൾ ടു ഗിവ് എ ന്യൂ പെർസ്പെക്റ്റീവ്, ഒരു നല്ല പുതിയ കാഴ്ചപ്പാട് നൽകാൻ എക്കോളജിക്കൽ മോഡേണൈസേഷൻ സഹായപ്രദമാണ്. ഇറ്റ് ഗീവ്സ് ഹോപ്പ് ഫോർ എൻവയോൺമെന്റൽ ഇംപ്രൂവ്മെന്റ്. എൻവയോൺമെന്റ് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉള്ള പ്രതീക്ഷകൾ നമുക്ക് ഈ എക്കോളജിക്കൽ മോഡേണൈസേഷനിൽ നിന്ന് ലഭിക്കും. ഇനി എക്കോളജിക്കൽ മോഡേണൈസേഷൻ ആസ് ആൻ എംബഡഡ് ഓട്ടോണമി. ഓട്ടോണമി എന്ന് വെച്ചാൽ സ്വയം ഭരണം അങ്ങനെയുള്ളതാണ് എംബഡഡ്. ഇൻസ്പൈറ്റ് ഓഫ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ വീക്സ് തിയററ്റിക്കൽ ഫോർമുലേഷൻ, ബട്ടൽ ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് പാരലൽസ് ഇൻഫ്ലുവൻഷ്യൽ തിയറീസ്. അക്കോർഡിംഗ് ടു ബട്ടൽ, എക്കോളജിക്കൽ മോഡേണൈസേഷൻ പാരൽസ് ഇവാൻസ് എംബഡഡ് ഓട്ടോണമി വിച്ച് വാസ് ഡിറൈവ്ഡ് ഫ്രം കാൾ പോൾനീസ് നോഷൻ ഓഫ് ഡിസെംബഡിങ്. ഡിസെംബഡിങ് എന്ന് പറഞ്ഞാൽ കാൾ പോൾനീസിയുടെ ഐഡിയയിൽ നിന്നാണ് ഈ എംബഡഡ് ഓട്ടോണമി എന്നുള്ള ആശയം ഉത്ഭവിച്ചിട്ടുള്ളത്. Ivan's embedded autonomy reflects a neo-Weberian perspective which is different from the Weberian notion of state-centeredness. അപ്പോൾ സ്റ്റേറ്റ് സെന്റർനെസ് എന്നുള്ള വെബേറിയന്റെ ഐഡിയക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ വേറൊരു ഐഡിയയാണ് ഈ എംബഡഡ് ഓട്ടോണമി. റിഫ്ലെക്ട്സ് എ നിയോ വെബേറിയൻ പെർസ്പെക്റ്റീവ്. അതിനൊരു പുതിയ വെബേറിയൻ പെർസ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. ഇറ്റ് ഈസ് ഓൾസോ എഗെയിൻസ്റ്റ് ദ നിയോ മാർക്സിസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് നോഷൻ. അപ്പൊ ഈ എംബഡഡ് ഓട്ടോണമി എന്നുള്ള നോഷൻ ഈസ് ഓൾസോ എഗെയിൻസ്റ്റ് ദ നിയോ മാർക്സിസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് നോഷൻ. നിയോ മാർക്സിസ്റ്റിന്റെ സ്ട്രക്ചറലിസ്റ്റ് നോഷനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ലാർജ് സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ്സ്. The idea of embedded autonomy is in sharp contrast to the idea of state-centeredness or state autonomy as the property of the state. അപ്പോൾ idea of embedded autonomyയുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ is in sharp contrast, അത് വളരെ എതിരായിട്ടുള്ളതാണ് ടു ദ ഐഡിയ ഓഫ് സ്റ്റേറ്റ് സെന്റർനെസ്. സ്റ്റേറ്റിന് മുഴുവൻ അധികാരം കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓട്ടോണമി ആസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള ആ ആശയത്തിന് എതിരായിട്ടുള്ളതാണ്. ഇൻ ദ വെബേറിയൻ ആൻഡ് നിയോ മാർക്സിയൻ സ്ട്രക്ചറലിസ്റ്റ് ട്രഡീഷൻ, സെൻട്രലൈസ്ഡ് സ്റ്റേറ്റ് വിച്ച് ഈസ് ഓട്ടോണമസ് ഫ്രം class and groups were seen as suited for authoritative policies. However, for Ivan's state effectiveness is derived from the nature and quality of the relation between the state and civil society. For Ivan's embedded autonomy as a state structure, ഇവാൻസിന്റെ എംബഡഡ് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ആസ് എ സ്റ്റേറ്റ് സ്ട്രക്ചർ, അതിനൊരു സ്റ്റേറ്റ് സ്ട്രക്ചർ ആണ് ഉള്ളത്. റെപ്രസെന്റ് കൊഹറൻസ് ആൻഡ് കണക്ട്നെസ് ബിറ്റ്വീൻ ഏജൻസീസ്. അവിടെയുള്ള ഏജൻസീസ് ആയിട്ട് നല്ല ഒരു ബന്ധമുണ്ട്. ഒഫീഷ്യൽസ് ആൻഡ് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ്, അതുപോലെ ആ സ്റ്റേറ്റിലുള്ള ഒഫീഷ്യൽസും സിവിൽ സൊസൈറ്റി ആയിട്ടും കോർപ്പറേഷനുള്ള ഒരു രീതിയാണ് ഈ എംബഡഡ് ഓട്ടോണമിയിലുള്ളത്. സ്റ്റേറ്റ് സ്ട്രക്ചർ
represent coherence and connectedness between agencies, officials, and civil society groups. ഇനി അടുത്തത് ഇൻ ആൻ ഏജ് ഓഫ് ഗ്ലോബലൈസേഷൻ. ആർതർ മോൾ ഇൻ ഹിസ് ആർട്ടിക്കിൾ എക്കോളജിക്കൽ മോഡേണൈസേഷൻ ആൻഡ് ദ ഗ്ലോബൽ എക്കോണമി attempts to understand environmental reform in the context of globalization. Before we proceed further, let us ask a few questions about it. Important question ആണ് ഈ ഗ്ലോബലൈസേഷനെ കുറിച്ചായിട്ട് ഉള്ളത്. If environmental policy become effective because of state society synergy and the national level, how do we deal with the environmental decay at the global ലെവൽ? അപ്പം നമ്മൾ ഈ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ന്യൂനതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു എൻവയറമെൻ്റൽ ഡീക്കേനെ കുറിച്ച് ഗ്ലോബൽ ലെവലിൽ സംസാരിക്കുക? വാട്ട് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ദാറ്റ് ആർ നെസസറി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് എൻവയറമെൻ്റൽ ഡീക്കേ ഇൻ ആൻ ഏജ് ഓഫ് ഗ്ലോബൽ ക്യാപിറ്റലിസം? ഗ്ലോബൽ ക്യാപിറ്റലിസത്തിൻ്റെ ഈ ഏജിൽ, ഈ എറയിൽ what are the institutional changes that are necessary to fight against environmental decay? Environmental decay ക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്യേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന്. ആർതർ മോൾ സീംസ് ടു സജസ്റ്റ് ദാറ്റ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഇസ് ദ ആൻസർ ടു എൻവയറമെന്റൽ ഡീഗ്രഡേഷൻ. അപ്പൊ ആർതർ മോൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരവായിട്ട് പറഞ്ഞിരിക്കുന്നത് എക്കോളജിക്കൽ മോഡേണൈസേഷൻ, പരിസ്ഥിതി ആധുനികവൽക്കരണമാണ് ഇതിനെല്ലാം ആയിട്ടുള്ള ഉത്തരം. ഈസ് ടു എൻവയറമെന്റൽ ഡീഗ്രഡേഷൻ. എൻവയറമെന്റ് ശോഷിച്ചു പോകുന്നതിൽ നിന്ന് അതിനെ രക്ഷിക്കുക എന്നുള്ള കാര്യം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്, അതിനുള്ള മറുപടി കൊടുക്കുന്ന ഒന്നാണ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്നാണ് ആർതർ പറയുന്നത്. ലെറ്റ് us try to examine some of his argument on how to tame the ill effect of global capitalism on environment and its consequence for ecological മോഡേണൈസേഷൻ. അപ്പൊ ഇത് എന്താണെന്ന് നോക്കാം. അടുത്തത് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ആണ് ഇവിടെ അടുത്ത് പറയുന്നത്. ആർതർ മോൾ സജസ്റ്റഡ് ദാറ്റ് വൺ ഓഫ് ദ വേസ് ഓഫ് ടൈമിങ് ഗ്ലോബൽ ക്യാപിറ്റലിസം വാസ് ത്രൂ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ. ആർതർ മോൾ പറഞ്ഞിരിക്കുന്നത് വൺ ഓഫ് ദ വേസ് ഓഫ് ടൈമിങ് ഗ്ലോബൽ ക്യാപിറ്റലിസത്തിനെ വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും നല്ല ഒരു വഴി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ആണെന്ന്. പൊളിറ്റിക്കൽ മോഡേണൈസേഷനിൽ കൂടിയാണ് ഈ ഗ്ലോബൽ ക്യാപിറ്റലിസത്തിനെ ഇണക്കിക്കൊണ്ടു പോകാൻ പറ്റുക. ദിസ് ഹി ബിലീവ്സ് വാസ് ടേക്കിംഗ് ഷേപ്പ് ത്രൂ മൾട്ടിലാറ്ററൽ എൻവയറമെന്റ് എഗ്രിമെന്റ്, അതായത് MEA. ഇതിൽ കൂടിയാണ് ഓൺ ഇഷ്യൂസ് ലൈക്ക് പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ, ഓഷ്യൻസ് എക്സെട്ര. ഇങ്ങനെ ഓരോ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓസോൺ ലെയർ, ഓസോൺ പാളികൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ, അത് ഓഷ്യൻസ് പ്രൊട്ടക്ഷൻ, അങ്ങനെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MEA വഴി പുറത്തേക്ക് വിടുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്ലോബൽ ക്യാപിറ്റലിസം, അതുപോലെ ദാറ്റ് വൺ ഓഫ് ദ വേസ് ഓഫ് ടൈമിങ് ഗ്ലോബൽ ക്യാപിറ്റലിസം വാസ് ത്രൂ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ സംഭവിക്കുകയാണെന്ന്. ഇൻ ഫാക്ട് സച്ച് MEA were leading to a common denominator in terms of law and policy principles which ultimately will lead to universal environmental law and policy. അപ്പം അങ്ങനെ ഇതിലേക്കൂടി പല പുതിയ പ്രിൻസിപ്പിൾസും പോളിസീസും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എൻവയറമെന്റൽ ലോ ആൻഡ് പോളിസി എല്ലാവരും അത് അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ട് മാറും. മോൾ ഓൾസോ ആർഗ്യൂസ് ദാറ്റ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് യൂറോപ്യൻ Union has environmental protection as important component in its economic integration. This would save a long way in coming up with global governance on environment. Furthermore, pointed out that supranational institutions like the European Commission, European Parliament, and European Court of Justice could effectively counter environmental degradation where member state or ട്രാൻസ്നാഷണൽ കമ്പനീസ് ആർ ഡയറക്ട്ലി എ പാർട്ട് ടു ഇറ്റ്. അപ്പോൾ വലിയ വലിയ ആളുകളും അതുപോലെ വലിയ വലിയ കമ്പനികളും ഒക്കെ ഇതുപോലെയുള്ള അസോസിയേഷൻസിൻ്റെ ഒക്കെ മെമ്പർഷിപ്പിൽ പെടുകയാണെങ്കിൽ അവർ വഴി ഈ എൻവയറമെന്റൽ ഡീഗ്രഡേഷൻ നമുക്ക് ഈ സ്ഥാപനങ്ങൾ വഴി, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി, പ്രസ്ഥാനങ്ങൾ വഴി തടയാൻ പറ്റുമെന്ന്. ഇനി മാർക്കറ്റ് ഇൻഡ്യൂസ്ഡ് എൻവയറമെന്റൽ റിഫോം. One of the ways of bringing ecological modernization is through the institution of the market. ഇനി വേറെ ഒരു എക്കോളജിക്കൽ മോഡേണൈസേഷൻ കൊണ്ടുവരുന്ന വഴിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ്
market good. According to Moll, market-induced environmental reform can be carried out across the globe through the logic and rationality of the market. മാർക്കറ്റിന്റെ ലോജിക്കും റാഷണാലിറ്റി ഒക്കെ യൂസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇൻഡ്യൂസ്ഡ് എൻവയറമെന്റൽ റിഫോം ക്യാൻ ബി ക്യാരിഡ് ഔട്ട് എന്നാണ് മോള് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് എമർജൻസ് ഓഫ് ഗ്ലോബൽ എൻവയറമെന്റലിസം ആൻഡ് ഗ്ലോബൽ ഗവർണൻസ്. മോൾ ആർഗ്യൂസ് ദാറ്റ് ഗ്ലോബൽ എൻവയറമെന്റലിസം ഈസ് ഗെയിനിങ് മൊമെന്റം ആസ് ദ എത്തിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് എൻവയറമെന്റൽ ബിഹേവിയർ ആർ ഇൻക്രീസിംഗ്ലി അപ്ലൈഡ് വേൾഡ് വൈഡ്. അപ്പൊ ലോകം മുഴുവനുമായിട്ട് ഈ എത്തിക്സ് ഓഫ് എത്തിക്സും പ്രിൻസിപ്പിൾസും ഒക്കെ എൻവയറമെന്റൽ ബിഹേവിയറിന്റെ എത്തിക്സും പ്രിൻസിപ്പിൾസും ഒക്കെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതുവഴി ഒരു ഗ്ലോബൽ എൻവയറമെന്റലിസം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മോറോവർ ദ മോണിറ്ററിംഗ് ഓഫ് TNCs ആൻഡ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ എൻവയറമെന്റൽ വയലേഷൻ ഹാസ് മൂവ്ഡ് ബിയൻഡ് ദ ഡെവലപ്മെന്റ് കൺട്രീസ് ആൻഡ് വിത്ത് ദി ഇൻക്രീസ് കമ്മ്യൂണിക്കേഷൻ any environmental damage and information is quickly transmitted across the globe. According to Moll, there is an emergence of global sub-politics within the global environmental movement. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് മോളിന്റെ അഭിപ്രായത്തിൽ there is an emergence of global sub-politics. ഗ്ലോബൽ ലെവലിൽ സബ് പൊളിറ്റിക്സ് ഉണ്ടായിരിക്കുക വിത്തിൻ ദ ഗ്ലോബൽ എൻവയറമെന്റൽ മൂവ്മെന്റ്. ഗ്ലോബൽ എൻവയറമെന്റ് മൂവ്മെന്റിന്റെ അകത്ത് തന്നെ സബ് പൊളിറ്റിക്സ് ഗ്ലോബൽ മൂവ്മെന്റ്സ് ഗ്ലോബൽ സബ് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ അതുവഴി കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു. ഹി ആട്രിബ്യൂട്ട്സ് ദിസ് ടു നേഷൻ സ്റ്റേറ്റ്സ് ലോസിംഗ് കൺട്രോൾ ഓവർ നാഷണൽ ആൻഡ് ഗ്ലോബൽ ഡെവലപ്മെന്റ്സ്. ഇനി അടുത്തതിന് എതിരായിട്ട് ഒത്തിരി ക്രിറ്റിസിസം ഉണ്ട്. വൈൽ മോൾ ആർഗ്യൂസ് ദാറ്റ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ തിയറി ബ്രിങ്സ് എൻവയറമെന്റൽ ബാക്ക് ഇൻ ടു ദ ഫോൾഡ് ഓഫ് സോഷ്യൽ തിയറി, ബട്ടൽ ക്രിറ്റിക്സ് ecological modernization theory as not well developed social theory as it is shaped by broader political and economic factors. ഈ തിയറീസ് ഒന്നും ബ്രോഡർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ എക്കോളജിക്കൽ മോഡേണൈസേഷൻ തിയറി ഈസ് നോട്ട് വെൽ ഡെവലപ്ഡ് സോഷ്യൽ തിയറി എന്നാണ് ബട്ടൽ വിമർശിച്ചിരിക്കുന്നത്. ബട്ടൽ ഓൾസോ ക്രിട്ടിസൈസ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ തിയറി ആസ് ആൻ indistinct social theory because the logic of ecological modernization is dependent upon political process and practices. ഇതാണ് ബട്ടലിന്റെ ക്രിറ്റിസിസം ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ തിയറിക്ക് എതിരായിട്ടുള്ളത്. പിന്നെ വൺ വീക്ക്നെസ് ഓഫ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഇസ് പോയിന്റഡ് ഔട്ട് ബൈ ബട്ടൽ കാണിച്ചിരിക്കുന്ന വേറൊരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഈസ് ഇറ്റ്സ് യൂറോസെൻട്രിക് പെർസ്പെക്റ്റീവ്. അതിന്റെ യൂറോസെൻട്രിക് പെർസ്പെക്റ്റീവ് എന്നുള്ള ആ ആശയം വേർ ദ തിയററ്റിക്കൽ റൂട്ട്സ് ആൻഡ് എംഫറിക്കൽ എക്സാമ്പിൾസ് ആർ ഡിറൈവ്ഡ് മെയിൻലി ഫ്രം നോർത്ത് യൂറോപ്യൻ കൺട്രീസ്. അപ്പൊ ഇതിന് വേണ്ട റൂട്ട്സും എംഫറിക്കൽ എക്സാമ്പിൾസും ഒക്കെ ശേഖരിച്ചിരിക്കുന്നത് നോർത്ത് യൂറോപ്യൻ കൺട്രീസിൽ നിന്നാണ്. അപ്പൊ ആ യൂറോസെൻട്രിക് പെർസ്പെക്റ്റീവ് അത് തന്നെ ഒരു നല്ല ലക്ഷണമല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ബട്ടൽ. ദ അതർ വീക്ക്നെസ് ഓഫ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ ഈസ് എക്സസീവ് എംഫസിസ് ഓൺ സെക്കൻഡറി നോൺ റിന്യൂവൽ സെക്ടേഴ്സ്. അപ്പൊ സെക്കൻഡറി നോൺ റിന്യൂവൽ സെക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഈ എക്കോളജിക്കൽ മോഡേണൈസേഷൻ തിയറിയുടെ ഒരു വീക്ക്നെസ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതർ ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ തിയറി അക്കോർഡിംഗ് ടു ഹാനിങ്ഹാൻ is its unflappable technological optimism. Unflappable technological optimism ആണ് വേറൊരു ക്രിറ്റിസിസം ആയിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് ഹനിങ്ഹാൻ എന്നുള്ള സ്കോളറാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അനദർ ട്രെഞ്ചന്റ് ക്രിട്ടിക് ഓൺ എക്കോളജിക്കൽ മോഡേണൈസേഷൻ കംസ് ഫ്രം ദ ട്രെഡ്മിൽ തിയറിസ്റ്റിലേക്ക് ഷെൻബർഗ്. ട്രെഡ്മിൽ തിയറിസ്റ്റുകളായ ഷെൻബർഗ് ആണ് മറ്റൊരു ക്രിറ്റിസിസം വളരെ വലുതായിട്ടുള്ള വിമർശനാത്മകം ഭയങ്കര വലുതായിട്ട് കൊടുത്തിരിക്കുന്നത് അദ്ദേഹമാണ്. ഹു സജസ്റ്റഡ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കോളജിക്കൽ മോഡേണൈസേഷൻ ആൻഡ് ട്രെഡ്മിൽ തിയറി കുഡ് അറൈസ് ഫ്രം ദ ഡിഫറൻസ് ഇൻ ദെയർ സാമ്പിളിംഗ് അപ്രോച്ച്. ഈ രണ്ട് തിയറീസിലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാമ്പിളിംഗ് അപ്രോച്ചിലാണ് ഡിഫറൻസ് ഉള്ളത്. അക്കോർഡിംഗ് ടു സാൻബർഗ്, എക്കോളജിക്കൽ മോഡേണൈസേഷൻ തിയറീസ് ഫോക്കസ് ഓൺ കട്ടിംഗ് എഡ്ജ് technology or best practice industry and assumes that change will happen eventually. അതാണ് ട്രെഡ്മിൽ തിയറിസ്റ്റിന്റെ അഭിപ്രായം.
അപ്പൊ ഇങ്ങനെ പല കൂട്ടരും ഈ ഓരോ ഈ തിയറിനെ വിമർശിച്ചുകൊണ്ട് വിമർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നന്നായിട്ട് നോക്കിയേക്കുക. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ദ നെക്സ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് 7 ഈസ് അബൌട്ട് റിസ്ക്. അത് റിസ്കിനെ കുറിച്ചാണ് യൂണിറ്റ് 7 എന്നുള്ള ചാപ്റ്റർ. അപ്പൊ റിസ്ക് എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യണ ഒന്നാണ്. ഇനി അതിന്റെ നോഷൻ ഓഫ് റിസ്ക് എന്താണ്, എവല്യൂഷൻ ഓഫ് റിസ്ക് ഇൻ ഹിസ്റ്ററി എങ്ങനെയാണ്, വാട്ട് ഈസ് റിസ്ക് സൊസൈറ്റി, വേൾഡ് റിസ്ക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ദ നോഷൻ ഓഫ് റിസ്ക് ഈസ് സംതിങ് വി ആർ ഓൾ അവെയർ ഓഫ് ഇൻ അവർ എവറിഡേ ലിവ്സ്. നമ്മുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ശബ്ദമാണ് റിസ്ക്. ആ ഐഡിയ എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ റിസ്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് കുഡ് മീൻ ഡിഫറെൻറ്റ് തിങ്സ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. പല ആളുകൾ പല രീതിയിലാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വേർഡ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ചാൻസ്. ചിലപ്പോൾ ചാൻസ് എന്നുള്ള അവസരം, പ്രോബബിലിറ്റി, അത് തന്നെയാണ് സാധ്യത, അല്ലെങ്കിൽ ഡേഞ്ചർ, ഇതിനെയൊക്കെ കാണിക്കാൻ റിസ്ക് യൂസ് ചെയ്യാറുണ്ട്. പീപ്പിൾ ടേക്ക് എ ചാൻസ് ഇൻ ദ ഹോപ്പ് ഓഫ് അച്ചീവിങ് സംതിങ് ബിഗർ ആൻഡ് ബെറ്റർ. കുറെ വലുതും നല്ലതുമായിട്ടുള്ള എന്തോ കിട്ടാനുള്ള ഒരു പ്രതീക്ഷ, അതിനാണ് ഇവിടെ അങ്ങനെ പറയുമ്പോൾ അതിനുള്ള അറ്റംപ്റ്റിനെ, ചാൻസിനെ അവിടെ റിസ്ക് പറയാറുണ്ട്. ഇറ്റ് കുഡ് ഓൾസോ മീൻ പ്രോബബിലിറ്റി ഇൻ ദ സെൻസ് ഓഫ് അൺസർട്ടിനിറ്റി. കൃത്യമായിട്ട് പറയാൻ പറ്റൂല നടക്കുമെന്ന്, എന്നാലും അതിനൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ റിസ്ക് ചാൻസ് എത്രയാണെന്ന് അങ്ങനെ പറയാറുണ്ട്. റിസ്ക് കുഡ് ഓൾസോ മീൻ അൺഫോർസീൻ ഡേഞ്ചർ. കാണാൻ പറ്റാതിരിക്കുന്ന എന്തോ മുന്നിലുള്ള അപകടത്തിനെ സൂചിപ്പിക്കാനും റിസ്ക് ഉപയോഗിക്കാറുണ്ട്. പോസിബിൾ ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ഇപ്പൊ ജീവിതമോ പ്രോപ്പർട്ടിയൊക്കെ നഷ്ടമാകും എന്നുള്ളത്, അങ്ങനത്തെ ഉള്ള സന്ദർഭങ്ങളിൽ ഡ്യൂ ടു അൺഫേവറബിൾ സർക്കംസ്റ്റൻസസ്, നമുക്ക് അനുകൂലമായിട്ടുള്ള പരിസ്ഥിതികൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സമയത്തൊക്കെ ഈ റിസ്ക് സാധാരണ യൂസ് ചെയ്യാറുള്ളതാണ്. ഈ അൺസർട്ടിനിറ്റി ഈസ് ദ ഔട്ടർ ഡയമെൻഷൻ ഓഫ് റിസ്ക്. അപ്പൊ ഔട്ടർ ഡയമെൻഷൻ ഓഫ് റിസ്കിന് നമുക്ക് അൺസർട്ടിനിറ്റി എന്ന് പറഞ്ഞാൽ വൾണറബിലിറ്റി ഈസ് ദ ഇന്നർ ഡയമെൻഷൻ ഓഫ് റിസ്ക്. റിസ്കിന്റെ ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ വൾണറബിലിറ്റി ആണ്. ഔട്ടർ ഡയമെൻഷൻ എന്ന് പറയുന്നത് അൺസർട്ടിനിറ്റി ആണ്. അൺസർട്ടിനിറ്റി ആണെങ്കിലും അതിന്റെ ഇന്നർ ഡയമെൻഷൻ ഓഫ് റിസ്ക് ഈസ് വൾണറബിലിറ്റി. ആസ് എ സോഷ്യൽ ഫിനോമിനൻ, sociologists are interested in how the notion of risk is embedded in our culture and history. നമ്മുടെ കൾച്ചറിലും ഹിസ്റ്ററിയിലും ഒക്കെ ഈ റിസ്ക് എന്നുള്ള പദം അത് എന്താണ്, എന്തിനു വേണ്ടിയാണ് കാണിക്കുന്നതെന്ന് പഠിക്കാനായിട്ടും വ്യക്തമാക്കാനായിട്ടും സോഷ്യോളജിസ്റ്റ് വളരെ താല്പര്യം കാണിച്ചിട്ടുണ്ടെന്ന്. ഇൻ ട്രൈയിങ് ടു അണ്ടർസ്റ്റാൻഡ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ടെക്നോ സയന്റിഫിക് വേൾഡ്, സോഷ്യോളജിസ്റ്റ് ലുക്ക് അറ്റ് റിസ്ക് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് മോഡേണിറ്റി. അപ്പൊ in trying to understand the risk associated with the techno-scientific world, ടെക്നോ-സയന്റിഫിക് വേൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിസ്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യോളജിസ്റ്റ് ലുക്ക് അറ്റ് റിസ്ക് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് മോഡേണിറ്റി. അതുപോലെ ഇൻ ദിസ് റിഗാർഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് അൾറിക് ബെക്ക് ആൻഡ് ആന്റണി ഗിഡിങ്സ് ആർ ഓഫ് ദ സെമിനൽ ഇമ്പോർട്ടൻസ്. ദ നോഷൻ ഓഫ് റിസ്ക് എന്നുള്ള ആ ഐഡിയ എന്താണെന്ന്, ദ എമർജൻസ് ഓഫ് റിസ്ക് ഹാസ് ബീൻ മച്ച് ഓഫ് ആൻ ഇൻട്രസ്റ്റ് ടു സ്കോളേഴ്സ് ഓഫ് sociology of risk. Emergence of risk has been much of an interest to scholars of sociology of risk. Sociology of risk അതിനെക്കുറിച്ച് പഠിക്കുന്ന സോഷ്യോളജിസ്റ്റിന് ഈ റിസ്കിന്റെ ഉദയം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് വളരെ താല്പര്യമുണ്ട്. ദ ഒറിജിൻ ഓഫ് ദ നോഷൻ ഓഫ് റിസ്ക്. ദ ഒറിജിൻ ഓഫ് ദ നോഷൻ ഓഫ് റിസ്ക് ഹാസ് ബീൻ അണ്ടർ മച്ച് ഡിബേറ്റ്. അതിന്റെ ഒറിജിനെ കുറിച്ച് വളരെയധികം ഡിബേറ്റുകൾ തന്നെ നടന്നിട്ടുണ്ട്. വൺ സ്കോളർ ഒബ്സർവ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ അറേബിക് റിസ്ക്. അറേബിക് വേർഡ് റിസ്ക് എന്നാണ് റിസ്ക് എന്നുള്ള പദം വന്നിട്ടുള്ള. സംതിങ് ഫ്രം വിച്ച് യു ഡ്രോ പ്രോഫിറ്റ്. അതാണ് ആ റിസ്ക് എന്ന് അറേബ്യൻ ഭാഷയിലുള്ള വേർഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സംതിങ് ഫ്രം വിച്ച് യു ഡ്രോ പ്രോഫിറ്റ്, അതാണ്. പിന്നെ അനദർ സ്കോളർ പോയിന്റ്സ് ഔട്ട് ദ ലാറ്റിൻ റിസ്കം, RISCUM. വേറെ ഒരു സ്കോളറിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള റിസ്കം ആൻ എക്സ്പ്രഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ചലഞ്ച് ഓഫ് ബാരിയർ റീഫ് ഫോർ സെയിലേഴ്സ്. അത് എക്സ്പ്രഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ചലഞ്ച് ഓഫ് ബാരിയർ റീഫ് ടു സെയിലേഴ്സ്. സെയിലേഴ്സിന്റെ ആ ചലഞ്ച് ഓഫ് ബാരിയർ റീഫ് അതിനെ കാണിക്കാനായിട്ടാണ് അവിടെ ലാറ്റിൻ ഭാഷയിൽ റിസ്ക് ഉപയോഗിക്കുന്നത്. ഇൻ ദ മിഡ് 16th century the German have used the same term. Luhn in Taylor Goodbye and Sinnen. However, scholars like
Anthony Giddens suggested that it might have some from the Spanish risco എന്നുള്ള which means a rock എന്നുള്ള അർത്ഥത്തിൽ റിസ്ക് therefore seem to have emerged in the context of exploring sea voyage and medieval mercantilism. In fact, it refers to the uncertainty of the outcome of sea faring voyage. അപ്പൊ കടൽ യാത്രകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരുമോ, അതിലെന്തെങ്കിലും സംഭവിക്കുമോ, ആ യാത്രേനെ ഒരു റിസ്ക് ആയിട്ടാണ് കരുതിയിരുന്നത്. It is such uncertainty that led to the emergence of the concept of insurance. അപ്പൊ അങ്ങനെയുള്ള ആ റിസ്കിന്റെ സമയത്താണ് കൺസെപ്റ്റ് ഓഫ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാകുക, വിച്ച് ഗ്രാജുവലി entered the world of money, leading and finance. Insurance in the earlier form was based on experience and personal judgment. അപ്പൊ നേരത്തെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇൻഷുറൻസ് കൊടുത്തിരുന്നത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് പേഴ്സണൽ ജഡ്ജ്മെന്റിന് അടിസ്ഥാനത്തിലായിരുന്നു. അപ്പൊ ഇപ്പോഴും റിസ്ക് ഇൻഷുറൻസ് ഫീൽഡിലുള്ള ഒരു പ്രത്യേക ഇതാണ്. അപകടങ്ങൾ സാധ്യതയുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കുക, ആ രീതിയിൽ. ദ എവല്യൂഷൻ ഓഫ് റിസ്ക് ഇൻ ഹിസ്റ്ററി. ബൈ ദ 18th century, the mathematics of probability was developed and applied to risk issues. അപ്പൊ 18th centuryയിൽ മാത്തമാറ്റിക്സ് ഓഫ് പ്രോബബിലിറ്റിയിൽ ഈ റിസ്ക് ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉടലെടുത്തു. വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്രോബബിലിറ്റി ആൻഡ് എക്കണോമിക്സ് ഇൻ റിസ്ക്, ഇറ്റ് ബിഗാൻ ടു എഫക്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആൻഡ് മാർക്കറ്റ് ബിഹേവിയർ. ഇറ്റ് വാസ് ഇൻ ദ 18th century that insurance in trade and finance was also extended to life insurance. 18th centuryയിലാണ് ഇൻഷുറൻസ് in trade and finance was also extended to life insurance. Initially, insurance started off in the form of shared insurance and friendly societies among the upper working class. This risk sharing scheme, അപ്പോൾ ഇൻഷുറൻസിന്റെ അകത്തുള്ള ഒരു സ്കീമാണ് ദ റിസ്ക് ഷെയറിംഗ് സ്കീം. In the late 19th and early 20th century, ultimately developed into social insurances. അത് പിന്നീട് ഏതാണ്ട് 19th century 20th century ഒക്കെ ആയപ്പോൾ സോഷ്യൽ ഇൻഷുറൻസ് ആയിട്ട് അത് ഡെവലപ്പ് ചെയ്ത്. അണ്ടർ പൊളിറ്റിക്കൽ പ്രഷർ സോഷ്യൽ ഇൻഷുറൻസ് ബിക്കം ദ ബേസിസ് ഓഫ് യൂറോപ്യൻ വെൽഫെയർ സ്റ്റേറ്റ്. അപ്പൊ പൊളിറ്റിക്കൽ പ്രഷർ കാരണം സോഷ്യൽ ഇൻഷുറൻസ് ബിക്കം ദ ബേസിസ് ഓഫ് യൂറോപ്യൻ വെൽഫെയർ സ്റ്റേറ്റ്. യൂറോപ്യൻ വെൽഫെയർ സ്റ്റേറ്റിന്റെ ഒരു ബേസ് ആയിട്ട് മാറി ഈ സോഷ്യൽ ഇൻഷുറൻസ്. വിത്ത് ദ emergence of census and morality statistics and establishment of the Institute of Actuaries in 1848, probability assessment laid the foundation for modern banking, investment and insurance. Subsequently, in the 20th century, with the coming of globalization തുടങ്ങിയപ്പോൾ it has led to the growth of international financial market. അപ്പോൾ ഇത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് വരെയും വ്യാപിച്ച്. ബേക്കർ ആൻഡ് സൈമൺ in Taylor's Goodbye and Sina 2006, probability assessment is now widely used in the study of epidemiology, environment and crime. അപ്പൊ ഈ റിസ്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിൽ കൂടി പറയുന്നത്. ഇനി ദ റിസ്ക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണമെന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Unlike all other non-form of risk, the notion of risk in the late modernity as analyzed by Ulrich Beck and Anthony Giddens being different from all previous risk. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്കിനേക്കാളും ഒക്കെ കുറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ആന്റണി ഗിഡിൻസും യൂറിക് ബെക്കും റിസ്കിനെ കുറിച്ച് പറയുന്നത്. റിസ്ക് ഇൻ ലേറ്റ് മോഡേണിറ്റിയിൽ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈസ് ബോൺ ഔട്ട് ഓഫ് മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒന്നാണ്. ലൈക്ക് പൊളിറ്റിക്സ്. മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്സ്, ബിസിനസ്, സയൻസ്, which are supposed to prevent, control and management risk. These modern institutions, according to Beck, are source of the new risk. അപ്പൊ പുതിയ റിസ്കിന്റെ ആരംഭം, പ്രഭവസ്ഥാനം എന്ന് പറയുന്നതൊക്കെ ഈ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നാണ് അക്കോർഡിംഗ് ടു ബക്കിന്റെ അഭിപ്രായത്തിൽ. Man is now seen as somehow responsible for even natural event or disaster. Earlier, the occurrence of natural event like earthquake, flood, famine, etc. are attributed to supernatural forces. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നാച്ചുറൽ
ഇവൻസ് സംഭവിക്കുക, ഭൂമി കുലുക്കം, ഫ്ലഡ്, ഫാമിൻ എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സസിന്റെ പ്രക്രിയയാണെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ടുഡേ വിത്ത് ഇൻക്രീസിങ് സെക്കുലറൈസേഷൻ ഗോഡ് ഈസ് ബാനിഷ്ഡ്. അവിടെ ദൈവത്തിന്റെ ആ ശക്തി അതൊക്കെ മാറി ഇപ്പോൾ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് ഹ്യൂമൻ റാഷണാലിറ്റി. ഇപ്പോൾ ഹ്യൂമൻ റാഷണാലിറ്റിയാണ് ആ സ്ഥാനം വഹിക്കുന്നത്. ഓരോ കാര്യത്തിന്റെയും കാര്യകാരണ സഹിതം യുക്തിസഹിതം അത് വിശദമാക്കുന്നത് ഹ്യൂമൻ റാഷണാലിറ്റിയാണ്. എനി ഇംപെൻഡിങ് കാസ്ട്രോഫി ഓർ റിസ്ക് ഈസ് നൗ എക്സ്പ്ലെയിൻഡ്. ഇപ്പോൾ ഏത് അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങൾ, വലുതായിട്ടുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഈസ് നൗ എക്സ്പ്ലെയിൻഡ്. ഇപ്പൊ ആ ദുരന്തങ്ങളെ, റിസ്കിനെ ഒക്കെ വിവരിക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റിഫൈഡ് ആൻഡ് ലെജിറ്റിമൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ റാഷണാലിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഹ്യൂമൻ റാഷണാലിറ്റി ഡിസിഷൻ മേക്കിങ്ങിൽ കൂടിയെല്ലാം ഇപ്പൊ ദുരന്തങ്ങളെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും വിവരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് മനുഷ്യർക്ക്. സിൻസ് മാൻ ഹാസ് റീപ്ലേസ് ഗോഡ് ആസ് ദ കോസ് ഓഫ് കാസ്ട്രോഫി. അപ്പൊ ആദ്യമൊക്കെ ദുരന്തങ്ങളുടെ സൃഷ്ടാവ് ദൈവമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് ദൈവത്തിനാണ് വിട്ടുകൊടുത്തിരുന്നത്. അത് ദൈവനിശ്ചയം അത് കൊണ്ടാണെന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പൊ മനുഷ്യന് ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അവന്റെ ആ ഹ്യൂമൻ റാഷണാലിറ്റിക്ക് സ്ഥാനം കൊടുത്തേക്കാണ്. ദെയർ ഈസ് ആൻ ഇൻക്രീസ് ഫിയർ ആൻഡ് ആങ്സൈറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ. In the pre-modern, any catastrophe or natural event was attributed to an act of God, and the explanation and justification of an event flow from this. Therefore, risk would mean the possibility of a potential loss or damage. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻ ചെയ്യണത് ദ പോസിബിലിറ്റി ഓഫ് പൊട്ടൻഷ്യൽ ലോസ് ഓർ ഡാമേജ്. ഒരു പൊട്ടൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ഡാമേജിനോ ഉള്ള സാധ്യത ഡ്യൂ ടു നാച്ചുറൽ ഇവന്റ്, ഏതെങ്കിലും നാച്ചുറൽ ഇവന്റും ഉണ്ട്. കൺസിഡർ ടു ബി ആൻ ആക്ട് ഓഫ് ഗോഡ്. നേരത്തെ അത് ആക്ട് ഓഫ് ഗോഡ് ആയിട്ടാണ് വിവരിച്ചിരുന്നത്. എന്നാലും അതിന്റെ പുറകിൽ സംഭവിക്കാവുന്ന ആ ആപത്തിനെയാണ് ഇവിടെ റിസ്ക് എന്ന് മീൻ ചെയ്യണം. ദിസ് കൺസെപ്റ്റ് ഓഫ് റിസ്ക് അബ്സോൾവ്സ് മാൻ ഓഫ് എനി റെസ്പോൺസിബിലിറ്റി ഓർ ഫോൾട്ട്. So in that sense, this pre-modern notion of risk is different from the modern notion of risk. അപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ ദുരന്തത്തിന്റെ സൃഷ്ടാവ് ഒരു പ്രകൃതി ശക്തിയാണ് അല്ലെങ്കിൽ ഈശ്വരനാണെന്നൊക്കെ ആണെങ്കിൽ ഇന്ന് അത് മാറ്റി ആ നോഷനൊക്കെ മാറി. പ്രീ മോഡേൺ നോഷൻ ഓഫ് റിസ്ക് ഡിഫറെന്റ് ഫ്രം ദ മോഡേൺ നോഷൻ ഓഫ് റിസ്ക്. ഇപ്പൊ മോഡേൺ നോഷൻ ഓഫ് റിസ്ക് ഇസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം പ്രീ മോഡേൺ നോഷൻ. വിത്ത് ദ കമ്മിങ് ഓഫ് മോഡേണിറ്റി വന്നതോടുകൂടി എനി ഡിസാസ്റ്റർ ഈസ് എക്സ്പ്ലെയിൻഡ് ആൻഡ് ട്രേസ്ഡ് ബാക്ക് ടു ഹ്യൂമൻ ഡിസിഷൻ മേക്കിംഗ്. ഏത് ഡിസാസ്റ്റർ ആയാലും വിവരിക്കാൻ പറ്റും അത് എന്തുകൊണ്ട് സംഭവിച്ച് എങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഒക്കെ ഹ്യൂമൻ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട്. ആസ് എ റിസൾട്ട് ഇൻഷുറൻസ് ആൻഡ് കോമ്പൻസേഷൻ വെർ ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് കാൽക്കുലേബിൾ റിസ്ക് ആൻഡ് ഡിസാസ്റ്റർ. ആസ് എ റിസൾട്ട് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസും അതുപോലെ കോമ്പൻസേഷനും അതിന് കൊടുക്കുന്ന പകരം കൊടുക്കുന്നത് കോമ്പൻസേഷൻ എന്താണെന്ന് വെച്ചാൽ വെർ ഗീവൺ ടു ദ ബേസിസ് ഓഫ് കാൽക്കുലേബിൾ റിസ്ക് ആൻഡ് ഡിസാസ്റ്റർ. റിസ്ക്കും ഡിസാസ്റ്ററും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് കോമ്പൻസേഷൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഹവർ ഇൻ ലേറ്റ് മോഡേണിറ്റി, എന്നാൽ ലേറ്റ് മോഡേണിറ്റിയിൽ റിസ്ക് ഈസ് നോ ലോങ്ങർ കാൽക്കുലേബിൾ ആൻഡ് ഹെൻസ് നോട്ട് കോമ്പൻസേബിൾ. അപ്പൊ ലേറ്റ് മോഡേണിറ്റിയിലോട്ട് വരുംതോറും റിസ്ക് ഈസ് നോ ലോങ്ങർ കാൽക്കുലേബിൾ, അത് കാൽക്കുലേബിൾ അല്ല, ആൻഡ് ഹെൻസ് നോട്ട് കോമ്പൻസേബിൾ, അതുകൊണ്ട് തന്നെ അത് കോമ്പൻസേബിളും അല്ല. ദർ ഈസ് എ ബ്രേക്ക് ഡൗൺ ഇൻ ദ ലോജിക് ഓഫ് കോമ്പൻസേഷൻ. അപ്പൊ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത് ആ ലോജിക്കിൽ തന്നെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായി. ദിസ് അക്കോർഡിംഗ് ടു ബെക്ക് ഈസ് ദ കണ്ടീഷൻ ഓഫ് റിഫ്ലെക്സീവ് മോഡേണൈസേഷൻ. റിഫ്ലെക്സീവ് മോഡേണൈസേഷന്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായതെന്നാണ് ബെക്ക് പറയണം. ബെക്ക് വാസ് വെൽ നോൺ ജർമ്മൻ സോഷ്യോളജിസ്റ്റ്. ബെക്ക് എന്ന് പറഞ്ഞ ഒരു വെൽ നോൺ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഹു വാസ് പർട്ടിക്കുലർലി സൈസ്ഡ് വിത്ത് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് മോഡേൺ സൊസൈറ്റി വിച്ച് ഹി സമ്മറൈസ്ഡ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ അൺസർട്ടനിറ്റി, ഇഗ്നോറൻസ് ആൻഡ് ഫിയർ വിച്ച് ഹി ടേംഡ് റിസ്ക് സൊസൈറ്റി. അപ്പൊ ഈ റിസ്ക് സൊസൈറ്റി എന്നുള്ള ആ ടേം തന്നെ കൊണ്ടുവന്നതും അവിടെയുള്ള അൺസർട്ടനിറ്റി, ഇഗ്നോറൻസ്, ഫിയർ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ട് റിസ്ക് സൊസൈറ്റി എന്നുള്ളൊരു ടേം തന്നെ നൽകിയത് ഈ ബെക്കാണ്.
He has also introduced the concept of reflexive modernization to understand the self critically in the new phase of modernity. He studied modernization, globalization, individualization, and also new work forms in the wake of flexible production and labor in global situation. ഇനി വാട്ട് ദെൻ ഈസ് റിസ്ക്? ഇനി റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്ക് ഈസ് ദ കണ്ടീഷൻ ഓഫ് റാഡിക്കലൈസ്ഡ് മോഡേണൈസേഷൻ. റാഡിക്കലൈസ്ഡ് സമൂല മോഡേണൈസേഷൻ, അതിനെയാണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ റാഡിക്കലൈസ്ഡ് മോഡേണൈസേഷൻ. ഇനി വേറെ വാക്കി പറയണമെങ്കിൽ ഇറ്റ് മീൻസ് റാഡിക്കലൈസേഷൻ ഓഫ് റേഷണലൈസേഷൻ. റാഡിക്കലൈസേഷൻ ഓഫ് റേഷണലൈസേഷൻ എന്നും വേണമെങ്കിൽ നമുക്ക് റിസ്കിനെ പറയാം, വിച്ച് ഈസ് റിഫ്ലക്സീവ് ഇൻ നേച്ചറിൽ അത് സ്വഭാവം അനുസരിച്ച് റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സീവ് മോഡേണൈസേഷൻ ക്യാൻ ബി സീൻ ഇൻ ദ ക്രിട്ടിക് ഓഫ് സയൻസ് വിച്ച് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദ ഗ്രീൻ മൂവ്മെന്റ് ഓഫ് ദ 70s in the West. This reflexivity gained momentum among the lay public in opposition to the scientism of science, which tends to make false claims and expectations in society. ഇനി റിഫ്ലക്സീവ് മോഡേണൈസേഷനെ കുറിച്ച് കോളത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങളും കൂടി നോക്കിയേക്കുക. What is risk society? But the risk society, if risk is the anticipation of catastrophe, അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ ദുരന്തത്തിന്റെ ഒരു മുന്നറിയിപ്പ് ആയിട്ട് നമുക്ക് അതിനെ വേണമെങ്കിൽ സ്വീകരിക്കാം. റിസ്ക് ഈസ് ദ ആന്റിസിപ്പേഷൻ ഓഫ് കാറ്റസ്ട്രോഫി. റിസ്ക് സൊസൈറ്റി ഈസ് ദ സ്ട്രക്ചറൽ കണ്ടീഷൻ ഓഫ് ആൻ അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് കാറ്റസ്ട്രോഫിയുടെ ഏതെങ്കിലും ദുരന്തത്തിന്റെ ഒരു മുൻകൂർ അറിയിപ്പാണെങ്കിൽ റിസ്ക് സൊസൈറ്റി ഈസ് ദ സ്ട്രക്ചറൽ കണ്ടീഷൻ. റിസ്ക് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഘടനാത്മകമായിട്ടുള്ള കണ്ടീഷനാണ് ഓഫ് ആൻ അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഒരു അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ സ്ട്രക്ചറൽ കണ്ടീഷനെയാണ് നമ്മൾ റിസ്ക് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാർക്ഡ് ബൈ ഇൻക്രീസ്ഡ് സെക്യുലറൈസേഷൻ ആൻഡ് പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഓഫ് എ ഡിസാസ്റ്റർ. ഫോർ ഇൻസ്റ്റൻസ്, the risk of nuclear radiation due to meltdown in nuclear reactor can no longer be limited in time as future generation can be affected. അപ്പോൾ ഒരു ന്യൂക്ലിയർ റേഡിയേഷൻ ഡ്യൂ ടു മെൽട്ടൗൺ ഒക്കെ ഉണ്ടായി, അത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല അത് വരും തലമുറയെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അങ്ങനെ നിലനിൽക്കും. ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ നോ ലോങ്ങർ ബി ലിമിറ്റഡ് വിത്തിൻ ദ നാഷണൽ ബോർഡർ. അതുപോലെ അതിന്റെ എഫക്റ്റ് ആ നാഷണൽ ബോർഡറിൽ മാത്രം അടങ്ങി നിൽക്കില്ല, അത് മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിക്കും. ആസ് റേഡിയേഷൻ ക്യാൻ സ്പ്രെഡ് ഫാർ ആൻഡ് വൈഡ് അക്രോസ് ബോർഡർ ത്രൂ വിൻഡ്, റെയിൻ ആൻഡ് വാട്ടർ. വിൻഡും റെയിനും വാട്ടറും ഒക്കെ വെള്ളമൊക്കെ ത്തിൻ്റെയൊക്കെ സഹായത്താൽ ഇത് മറ്റു ഭാഗങ്ങളിലേക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. ദ ചെർനോബിൽ ന്യൂക്ലിയർ ആക്സിഡന്റ് ഇൻ 1986 ഇൻ ദ ഈസ്റ്റ് യുക്രൈനിയൻ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ഹാസ് എഫക്റ്റഡ് വെസ്റ്റേൺ USSR ആൻഡ് യൂറോപ്പ്. അപ്പൊ ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരു സംഗതി, ഒരു ബുദ്ധിമുട്ട് ഒരു സ്ഥലത്ത് ഉണ്ടാകുകയാണെങ്കിൽ ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ മൂലം ഉണ്ടായിട്ടുള്ള ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ ആ ഏത് കാരണം കൊണ്ടായ ദൂഷ്യഫലങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്കും കൂടി വ്യാപിക്കും വളരെയധികം. അതിന് വേറൊരു എക്സാമ്പിളാണ് ഹിറോഷിമയിലുണ്ടായിരുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ ആ മൂലം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്. ഇൻ ദ ആഫ്റ്റർമത്ത് ഓഫ് ദ സുനാമി ഫോളോയിങ് ദ ടോക്കിയോ എർത്ത്ക്വേക്ക് ഹർഷൻഡ് ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പൊ ഇതൊക്കെയാണ് റിസ്ക്. ഇനി വാട്ട് ഈസ് വേൾഡ് റിസ്ക് സൊസൈറ്റി? ഇനി വേൾഡ് റിസ്ക് സൊസൈറ്റി ഈസ് എ കണ്ടീഷൻ ഓഫ് അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രിയലൈസേഷൻ മാർക്ക്ഡ് ബൈ ഇൻക്രീസ്ഡ് സെക്യുലറൈസേഷൻ ആൻഡ് ആന്റിസിപ്പേഷൻ ഓഫ് റിസ്ക്. World Risk Society is shaped by new kinds of risk where there is increased worldwide anticipation of a global catastrophe. അപ്പോൾ ഇൻക്രീസ്ഡ് വേൾഡ് വൈഡ് ആന്റിസിപ്പേഷൻ ഓഫ് ഗ്ലോബൽ കാറ്റസ്ട്രോഫി മൂലം ഉണ്ടാകുന്ന ആ റിസ്കിനെയാണ് വേൾഡ് റിസ്ക് സൊസൈറ്റി എന്ന് മീൻ ചെയ്യണത്. ഞാൻ കോളത്തിൽ തന്നിരിക്കുന്ന നോക്കിയേക്ക്. അതുപോലെ എൻലൈറ്റ്മെന്റ് ഫങ്ഷൻ ഓഫ് റിസ്ക്. ആഫ്റ്റർ ഫ്രം its negative aspect, risk could also serve an enlightenment function. World Risk Society. അപ്പോൾ വേൾഡ് റിസ്ക് സൊസൈറ്റി അതൊരു എൻലൈറ്റ്മെന്റ് ഫംഗ്ഷനും കൂടി നൽകുന്നുണ്ട്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ എൻലൈറ്റ്മെന്റ് ഫംഗ്ഷൻ ഓഫ് വേൾഡ് റിസ്ക് സൊസൈറ്റി വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ബെക്ക് മീൻ ബൈ ദ കോസ്മോപൊളിറ്റൻ മൂവ്മെന്റ്. കോസ്മോപൊളിറ്റൻ മൂവ്മെന്റ് എന്ന്
ബക്ക് എന്ത് മീൻ ചെയ്തിട്ടാണ് പറഞ്ഞത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ എൻലൈറ്റ്മെന്റ് ഫംഗ്ഷൻ ഓഫ് റിസ്ക് മനസ്സിലാക്കാൻ പറ്റും. ദ കോസ്മോപൊളിറ്റൻ മൊമെന്റ് ബിഗിൻസ് ആസ് എ റെസ്പോൺസ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് റിസ്ക്. എക്സ്പീരിയൻസ് ഓഫ് റിസ്കിന്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് കോസ്മോപൊളിറ്റൻ മൊമെന്റ് ആരംഭിച്ചത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. മുഴുവൻ വായിച്ചെടുത്തേക്കുക. സമയത്തിന്റെ പരിമിതി മൂലം ഇത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് എമംഗ് സ്കോളേഴ്സ് ഓൺ ദ നോഷൻ ഓഫ് റിസ്ക്. അപ്പൊ റിസ്കിനെ കുറിച്ച് പറയുമ്പോൾ പലരും ഒരുപോലെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസസും ഉണ്ട്. ഓരോരുത്തരുടെ ഒരേ അഭിപ്രായക്കാരും ധാരാളം ഉണ്ട്, അതുപോലെ തന്നെ വിപരീത അഭിപ്രായക്കാരും സ്കോളേഴ്സിന്റെ ഇടയ്ക്ക് ഉണ്ട്. ദ നോഷൻ ഓഫ് റിസ്ക് ഹാസ് ബീൻ ഓഫ് മച്ച് ഡിബേറ്റ് എമംഗ് ദ സോഷ്യോളജിസ്റ്റ്. സോഷ്യോളജിസ്റ്റിന്റെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ ഡിബേറ്റ് തന്നെയാണ് നടക്കുന്നത്. എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ റിസ്ക് റിവീൽസ് ടു distinctive approaches, one within the nation state and the other beyond the nation state. അപ്പൊ വിത്തിൻ ദ നേഷൻ സ്റ്റേറ്റും ബിയണ്ട് ദ നേഷൻ സ്റ്റേറ്റ്, അങ്ങനെ രണ്ട് സമീപനങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഉണ്ട്. ദ ഡിസ്റ്റിങ്റ്റീവ് അപ്രോച്ചസ് ഓൺ റിസ്ക് അണ്ടർടേക്കൻ ബൈ ദ സോഷ്യോളജിസ്റ്റ് ആർ ഓൾസോ ഷേപ്പ് ബൈ ദെയർ ഇന്റലക്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് ഡിഫൈൻസ് ദ ട്രജക്ടറി ഓഫ് ദെയർ റിസ്ക് ഡിസ്കോഴ്സസ്.